മുട്ടുവേദനയ്ക്ക് ചികിത്സയ്ക്കെത്തിയ വീട്ടമ്മയ്ക്ക് പരിശോധനയില്ലാതെ സന്ധിവാതത്തിന്റെ മരുന്ന് നൽകിയത് മൂലം കാഴ്ച നഷ്ടപ്പെട്ടെന്ന് പരാതി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജേക്കബ് ആന്റണിക്കെതിരെ ഇരിഞ്ചയം സ്വദേശി ഷീലയാണ് പരാതി നൽകിയത്. പരിചയസമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് രോഗനിർണയം നടത്തിയതെന്ന് പറഞ്ഞ ഡോക്ടർ മതിയായ പരിശോധന നടത്തിയില്ലെന്ന് സമ്മതിച്ചു. ആരോഗ്യവകുപ്പിന് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് കുടുംബം. 2 മാസം മുമ്പാണ് മുട്ടുവേദന കാരണം എക്സ്റേ അടക്കമുള്ള രേഖകളുമായി വീട്ടിൽ വെച്ച് പരിശോധന നടത്തുന്ന സർക്കാർ ഡോക്ടർ ജേക്കബ് ആന്റണിയുടെ അടുത്ത് ഷീല ചികിത്സ തേടിയത്. ലക്ഷണങ്ങൾ പരിശോധിച്ച ശേഷം സന്ധിവേദനയ്ക്കുള്ള മരുന്ന് നൽകി. എന്നാൽ 2 ദിവസം കഴിഞ്ഞതോടെ ഷീലയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ തുടങ്ങുകയായിരുന്നു. നിങ്ങൾക്ക് ആമവാദമാണ്. ആമവാദത്തിന് ഞാൻ ഗുളിക കുറിച്ച് തരും. അത് നിങ്ങൾ 5 ദിവസം കഴിക്കുക. ഒരു 7 വീണ്ടും വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ വന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഈ മരുന്ന് വാങ്ങിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴേ ചെറിയൊരു ക്ഷീണമൊക്കെ തോന്നി. 5 ദിവസം തുടർച്ചയായിട്ട് കഴിച്ചപ്പോൾ തന്നെ കുഴഞ്ഞു വീണു. വായിൽ കൂടെയും മൂക്കിൽ കൂടെയും ചെവിയിൽ കൂടെയും കണ്ണിൽ കൂടെയും രക്തം വരാൻ തുടങ്ങി, പഴുപ്പ് വരാൻ തുടങ്ങി. എക്സ്റേ അടക്കമുണ്ടായിരുന്നിട്ടും ഷീലയെ ഡോക്ടർ വിശദമായി പരിശോധിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എന്താണ് അസുഖം എന്ന് ചോദിച്ചു. മുട്ടുവേദനയാണെന്ന് പറഞ്ഞു. അപ്പോ അവള് പറഞ്ഞു, മുട്ടുവേദനയ്ക്ക് മെഡിക്കൽ കോളേജിൽ എക്സ്റേ ഉണ്ട്, സാറിന് എക്സ്റേ നോക്കണം. എനിക്ക് എക്സ്റേ ഒന്നും കാണാൻ പറ്റില്ല, നമ്മുടെ ദേഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിശദ പരിശോധന നടത്തിയില്ലെന്ന് ഡോക്ടറും സമ്മതിച്ചു. പരിചയസമ്പത്തുള്ളതിനാൽ രോഗം നിർണ്ണയിക്കാൻ കൂടുതൽ പരിശോധന വേണ്ടെന്നാണ് ഡോക്ടറുടെ വാദം. സന്ധിവാതത്തിന് നൽകിയ മരുന്നിന്റെ പാർശ്വഫലമാണ് ഷീലയുടെ അവസ്ഥയ്ക്ക് കാരണമെന്നും ഡോക്ടർ പറയുന്നു. ഞാൻ മരുന്നിന് അലർജി ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ മരുന്നിന് അലർജി ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ സന്ധിവാതത്തിനുള്ള ചികിത്സ കൊടുത്തു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തോ ചെറിയ തടിപ്പും പാടൊക്കെ ഉണ്ടായി. അത് കാര്യമാക്കാതെ അവർ പിന്നെയും അത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ 33 കൊല്ലമായിട്ട് സർവീസിലാണ്. ഇതുവരെയായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം സീനിയർ ഡോക്ടറാണ് ജേക്കബ് ആന്റണി. നിയമം ലംഘിച്ച് വീട്ടിൽ ചികിത്സ നടത്തുന്നതും ഡോക്ടർ സമ്മതിക്കുന്നുണ്ട്. ഇതിന് മറ്റു ഡോക്ടർമാരും ഇതേപോലെ നിയമലംഘനം നടത്തി ചികിത്സിക്കുന്നുണ്ടെന്നായിരുന്നു ഡോക്ടർ ജേക്കബ് ആന്റണിയുടെ ന്യായീകരണം. രോഗികൾക്ക് ഒരു സേവനവും കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനല്ല, വേറെയും ആൾക്കാർ കുറെ ഡോക്ടർമാർ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു സേവനമാണ്. കുറച്ച് പേഷ്യന്റ് തിരക്ക് കുറയാനായിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം വരുന്ന രോഗികളൊക്കെ വീട്ടിൽ വൈകുന്നേരമൊക്കെ വന്ന് ചിലപ്പോൾ വരാറുണ്ട്. അവരെ ഞാൻ നോക്കാറുണ്ട്. പണം വാങ്ങിയിട്ട് തന്നെയല്ലേ? ഇല്ല, ഞാൻ ഫീസ് ഞാൻ ചിലരുടെ നിന്ന് മേടിക്കും. അത് വലിയ പാവപ്പെട്ടവരൊക്കെ ആണെങ്കിൽ ഞാൻ മേടിക്കത്തില്ല. പക്ഷെ അത് നിയമപരമല്ലല്ലോ അല്ലേ? അല്ല, നിയമപരമല്ല. ഷീലയുടെ തുടർ ചികിത്സ സൗജന്യമായി മെഡിക്കൽ കോളേജിൽ നടത്തുന്നതായാണ് ഡോക്ടറുടെ വാദം. എന്നാൽ ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചിലവായെന്നും പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണെന്നും കുടുംബം വ്യക്തമാക്കി. ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും നടപടി സ്വീകരിച്ചേക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.